നമുക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു ആക്ടറുണ്ട്. പുള്ളിക്കാരൻ ഒരു സിനിമയ്ക്ക് വേണ്ടി DAGന് വേണ്ടി ബോട്ടോക്സ് അപ്ലൈ ചെയ്തു. അതിനുശേഷം പുള്ളിക്കാരന് പണ്ടത്തെ അത്ര ഒരു എക്സ്പ്രഷൻ, മാമിന് മനസ്സിലായി തോന്നാറത്, പണ്ടത്തെ അത്ര എക്സ്പ്രഷൻ പുള്ളിക്കാരന് പറ്റിയിട്ടില്ല. അത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് ഇപ്പം പക്ഷേ പുള്ളിക്കാരൻ ഈസ് ബാക്ക് ഓൺ ട്രാക്ക്. അപ്പം ശരിക്കും നമ്മൾ ഈ ബോട്ടോക്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫേഷ്യൽ മസിൽസ് അഫക്റ്റ് ചെയ്ത് അതുകൊണ്ടാണോ അങ്ങനെ നമുക്കൊരു എക്സ്പ്രഷൻ ഇത് നഷ്ടപ്പെടുന്നത്? ഓക്കെ, ഒന്നാമത്തെ കാര്യം, ഞാൻ ആ സെലിബ്രിറ്റിയുടെ പേരും പറയുന്നില്ല, പക്ഷെ അതുകൊണ്ട് ആ വ്യക്തിക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ ഈ എക്സ്പ്രഷൻ ഇല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും ഒരു സോർട്ട് ഓഫ് കാര്യം ഉണ്ടെങ്കിൽ ആ ഒരു പ്രൊസീജിയർ അല്ല ഒന്ന്. പിന്നെ രണ്ടാമത്തെ അതല്ല എന്ന് പറയുമ്പോൾ എന്താണ് ആ പ്രൊസീജിയർ എന്നുള്ളത് പറയാം. ബൊട്ടോക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ബൊട്ടോക്സ് പ്രൊസീജിയർ ഒരു പ്യൂരിഫൈഡ് പ്രോട്ടീൻ ട്രീറ്റ്മെന്റ് ആണ്. ഓക്കെ, അത് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന്റെ ടെമ്പററി റിലാക്സേഷൻ ആണ്. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ പോലെ എക്സ്പ്രഷൻ ലെസ് ഇതൊക്കെ സംഭവിക്കാം. നമുക്കത് ഈ പറഞ്ഞ പോലെ എപ്പോഴും റൈറ്റ് ഇൻജെക്ട്, നല്ല റൈറ്റ് ടെക്നിക്, ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ കാലാകാലങ്ങളായിട്ട് ഇന്ന സെലിബ്രിറ്റി ഇങ്ങനെ ചെയ്യുന്നു, താടി വളർത്തി നിൽക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട, ബൊട്ടോക്സ് എന്ന് പറയുന്ന പ്രൊസീജിയർ 4 to 6 months ലാസ്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു? 6 months ലാസ്റ്റ് ചെയ്താൽ ഭാഗ്യം. എന്ന് വെച്ചാൽ ഇയർലി ട്വൈസ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒത്തിരി വർഷമായിട്ട് ഇങ്ങനെ അത് മിത്താണ്, അത് വെറും ഒരു ഫേക്ക് ന്യൂസ് ആണ്. അങ്ങനത്തെ കാര്യങ്ങളില്ല. ബൊട്ടോക്സിന്റെ പ്രൊസീജിയർ കുറച്ച് പേർക്ക് ഫെമിലിയർ ആണ്. അതിന്റെ പ്രോസസ്സ് ഇങ്ങനെയാണ് നടക്കുന്നത് എന്നത് കൊണ്ട് രണ്ടും കൂടെ കണക്ട് ചെയ്ത കാര്യമാണ്. ബൊട്ടോക്സ് പറഞ്ഞതുപോലെ പകുതി ശരിയാണ്, പകുതി തെറ്റാണ് എന്നോട്.